യാത്രക്കാരെ ദുരിതത്തിലാക്കി പിറവം പാലം അപ്രോച്ച് റോഡിലെ വെള്ളക്കെട്ട്. പ്രദേശത്തെ കെട്ടിടങ്ങളിൽ നിന്നുള്ള വെള്ളം റോഡിലേക്ക് ഒഴുകുന്നതും ഈ വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം ടൗണിൽ പാലം അപ്രോച്ച് റോഡിന്റെ വെള്ളക്കെട്ടാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. പിഷാരക്കോവിൽ ദേവീക്ഷേത്ര കവാട ഭാഗത്താണ് ഈ വെള്ളക്കെട്ട്. മഴവെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്തെ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിലെ വെള്ളം മുഴുവനും ഈ റോഡിലേക്കാണ് ഒഴുകുന്നത്. റോഡിൽ നിന്നും മറ്റിടത്തേക്ക് ഒഴുകിപ്പോകാൻ സൗകര്യമില്ല. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പണികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന് പദ്ധതിയുണ്ട്. പക്ഷേ ഇത് ഇനിയും നടപ്പിലാക്കിയിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി മിനി സിവിൽ സ്റ്റേഷനിലെ പിറവം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉൾപ്പെടെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്കും നഗരസഭാ കാര്യാലയത്തിലേക്കും സബർബൻ മാളിലേക്കുമുള്ള യാത്രക്കാർ ഈ വെള്ളക്കെട്ടിലൂടെ വേണം കടന്നുപോകാൻ. എൻ്റെ കടയിലേക്ക് ഒരാൾക്ക് കയറാൻ പറ്റില്ല. എൻ്റെ സഹോദരൻ്റെ കടയാണ് തൊട്ടപ്പുറത്തെ. അവരുടെ കടയിലേക്ക് ഒരാൾ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇതിലെ മറ്റേ അക്കരെയുള്ള ഓഫീസുകളിലേക്കും ബാങ്കുകളിലേക്കും നടന്നു പോകുന്ന അനേകം മനുഷ്യരുണ്ട്. സ്റ്റാഫായിട്ടും മറ്റേ പൊതുജനങ്ങളായിട്ടും അവർക്കൊന്നും ഇതിലെ നടന്നു പോകാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ വണ്ടി കൊണ്ടിട്ട് അവർ നമ്മളെ കടയിൽ കയറുമെന്ന് ചീത്ത പറയും. നമ്മുടെ കടയുടെ തിണ്ണ വഴിയാണ് അവർ കയറി പോണത്. അങ്ങനെ ആ ചെളി മുഴുവൻ ഇവിടെ ചവിട്ടി കയറ്റി വയ്ക്കുകയാണ്. ഈ വെള്ളം ഓരോ വണ്ടികൾ പോകുമ്പോഴോ വെള്ളം മുഴുവൻ ഇങ്ങോട്ട് തെറിക്കണമുണ്ട്. എനിക്ക് ഡ്രസ്സ് എക്സിബിറ്റ് ചെയ്യാനും പറ്റണില്ല. ചെറിയൊരു മഴ പെയ്താൽ പോലും നീരൊഴുക്കിന് സൗകര്യമില്ലാത്തതിനാൽ റോഡിൽ വെള്ളം പൊങ്ങും. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇരുവശങ്ങളിലേക്കും വെള്ളം തെറിക്കും. ഇത് കാൽനടയാത്രക്കാർക്കും വ്യാപാരികൾക്കും വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പഞ്ചായത്തിൽ ഇതുപോലെ തന്നെ 3 കൊല്ലമായിട്ട് കയറി ഇറങ്ങി പരാതി കൊടുക്കണു. PWDയിലും പരാതി കൊടുക്കണു. ഇപ്പോൾ പുതിയ AE വരട്ടെ എന്ന് പറഞ്ഞു. AE വന്നു. അപ്പോൾ അവർ പറഞ്ഞ ടെൻഡർ ആയിട്ടുണ്ടെന്ന്. പക്ഷെ ടെൻഡർ എടുത്ത ആൾ പറയണു ഇതിനെന്ത് പോംവഴി എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പാലത്തിന്റെ കാലാണ്, ഇങ്ങോട്ട് വെള്ളം എങ്ങനെ കളയും? ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. 1000 കോടിയിലേറെ നിക്ഷേപവുമായി ടയർ 3 പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ, സ്വർണ്ണപ്പണയ വായ്പകൾക്ക് പരമാവധി 5000 രൂപ വരെ ഗ്രാമിന്, സ്ഥിര നിക്ഷേപങ്ങൾക്ക് DICGC ഇൻഷുറൻസ് പരിരക്ഷ, ഭവന വായ്പകൾ, സോളാർ വായ്പകൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ്. The People's Urban Cooperative Bank. Experience the delighted banking services.